നിങ്ങളുടെ നാഥന്റെ പേരിനെ നിങ്ങൾ പരിശുദ്ധമാക്കൂ എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഒരർത്ഥമാണ് അല്ലാ യുഫസ്സറ അസ്മാഉഹു ബിമാ ലാ യസ്ഹു സുബൂതുഹു ഫീ ഹഖ്ഖിഹി സുബ്ഹാന നഹവ അൻ യുഫസ്സറ അൽഅലാ ബിൽ ഫിൽ മകാനി വൽ ഇസ്തിവാഇ ബിൽ ഇസ്തിഖറാർ. പടച്ചവൻ അർശിന്റെ മേലെ ഇരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. പടച്ചവൻ ഒരു സ്ഥലത്തുണ്ടെന്ന് പറയാൻ പാടില്ല. എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയാൻ പാടില്ല. അത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന ആയത്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ പഠിപ്പിക്കുന്നു. ചില ആളുകൾ പടച്ചവൻ അർശിന്റെ മേൽ ഇരിക്കുന്നു എന്ന് പറയാറുണ്ട്, പടച്ചവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല എന്നത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന ഈ സൂറത്ത് പഠിപ്പിക്കുന്നുവെന്ന് ഇമാം റാസി തഫ്സീറിൽ വിവരിക്കുന്നു. അങ്ങനെ അല്ലാഹുവിന് സ്ഥലമുണ്ടെന്ന് പറയാൻ പാടില്ല. കാരണം സ്ഥലങ്ങളെ മുഴുവനും പടച്ചവൻ അല്ലാഹുവാണ്. അതൊക്കെ പടക്കുന്നതിന് മുമ്പ് അവനുണ്ട്. ഇന്നും അവന് സ്ഥലം വേണ്ട, അന്നും അവന് സ്ഥലം വേണ്ട. അവൻ സ്ഥലകാലതീതനാണ്. ശരിയായ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ഇസ്ലാം തെറ്റിപ്പോകും, നമ്മുടെ ഈമാൻ തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. ഇനി അതിന്റെ വേറൊരർത്ഥം ഇമാം റാസി പറയുന്നു അയ്യുസാനാനിൽ ഇബ്തിദാലി വന്നിക്രി ലാ അലാ വജിൽ ഖുശൂഇ വത്തഅ്ലീം. പടച്ച റബ്ബിന്റെ പേര് ഉച്ചരിക്കുമ്പോ ബഹുമാന ആദരവോടെ ഉച്ചരിച്ചോളണം. ഓ സുഹൃത്തുക്കളെ, എഴുന്നേറ്റ് റബ്ബിന്റെ ഒരു 4 പേരെന്ന് പറയാം. യാ റബ്ബു യാ നൂർ യാ ഹഖ്ഖു യാ മുബീൻ യാ ദായിമു യാ ദായിമു യാ ഹൂ യാ ദായിം യാ അലീമു യാ ഹലീമു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ. ഇങ്ങനെ പടച്ചവന്റെ പേര് പറയാറില്ലേ നിങ്ങൾ? ആ പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾ ഭക്തിപൂർവമല്ലാതെ പറയരുത്. അതാത് റാത്തീബോതുന്ന മുസ്ലിമീങ്ങളെ, റാത്തീബ് ചൊല്ലുന്ന മുസ്ലിമീങ്ങളെ, അതേ റിഫായി റാത്തീബ് ചൊല്ലുന്ന മുസ്ലിമീങ്ങളെ, പടച്ചവന്റെ പേര് ഉച്ചരിക്കുമ്പോ നിങ്ങൾ ചിരിച്ചും കളിച്ചും അങ്ങനെ ചൊല്ലരുത് കേട്ടോ. ചില ആളുകളുണ്ട്, അവർക്കൊക്കെ തമാശയാണ്, എന്തും തമാശയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കുമ്പോ യാ റബ്ബു യാ നൂർ യാ ഹഖ്ഖു യാ മുബീൻ, ഇതെന്നെ പടച്ച് എന്നെ പോറ്റി വളർത്തുന്ന, എനിക്ക് കുടിക്കാൻ വെള്ളം തന്ന, ഭക്ഷിക്കാൻ ഭക്ഷണം തന്ന, ഓരോ സെക്കൻഡിലും ഓക്സിജൻ തരുന്ന, എന്റെ കിഡ്നിയെ നിയന്ത്രിക്കുന്ന, എന്റെ ഹാർട്ടിനെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന എന്റെ റബ്ബിന്റെ പേരാണ് ഉച്ചരിക്കുന്നതെന്ന നിലയ്ക്ക് ബഹുമാനാദരവോടുകൂടിയല്ലാതെ നിങ്ങളെ റബ്ബിന്റെ പേര് പറയരുതേ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, മഹോന്നതനായ റബ്ബിന്റെ പേര് നിങ്ങൾ പരിശുദ്ധമാക്കണേ. അതിന്റെ മഹത്വത്തോടുകൂടെ അല്ലാതെ നിങ്ങൾ ഉച്ചരിക്കരുതേ. കഴിയുന്നതും ആ പേരിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ച് ആ റബ്ബിനെ മനസ്സിൽ പുകഴ്ത്തിയിട്ടല്ലാതെ റബ്ബിന്റെ പേരുച്ചരിക്കരുതേ. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, ഖുർആൻ പറഞ്ഞതല്ലേ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. പടച്ചവന് സുന്ദരമായ മഹോന്നതമായ പേരുകളുണ്ട്. ആ പേരുകൊണ്ട് നിങ്ങൾ അവനെ വിളിക്കുവീൻ. അങ്ങനെ റബ്ബിന്റെ പേര് വെച്ച് റബ്ബിനെ വിളിക്കുന്നത് അല്ലാഹുവിന് വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് നമ്മളെ മുൻഗാമികളായ മഹാന്മാര് യാ റസ്സാഖു യാ കരീം യാ ഫത്താഹു യാ റസ്സാഖു യാ കരീം യാ വഹാബ് യാ റബ്ബു യാ നൂർ യാ ഹഖ്ഖു യാ മുബീൻ എന്നിങ്ങനെ പടച്ച റബ്ബിനെ വിളിച്ചിട്ടുള്ളത് ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ്. ആ പേര് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചിരിച്ചും കളിച്ചും തമാശയാക്കിയും അങ്ങനെ പേര് വിളിക്കാൻ പാടില്ല. വിളിക്കണമെന്നാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന സൂറത്ത് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഇനിയും ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ ജനങ്ങളെ,
മജ്ജിദുഹു ബിഅസ്മാഇഹി അല്ലതി അൻസൽതുഹാ അലൈക വഅറഫ്തുക അന്നഹാ അസ്മാഉഹു. എന്റെ പേരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആ പേരുകൾ വെച്ച് എന്നെ നിങ്ങൾ പുകഴ്ത്തി പറയുവീൻ. ഇത് തന്നെയാണ് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അസീം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, മഹാനായ റബ്ബിന്റെ പേരുച്ചരിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ പുകഴ്ത്തുവീൻ. അപ്പോൾ റബ്ബിന്റെ പേരുച്ചരിച്ച് പുകഴ്ത്തിക്കൊള്ളണം കൽപ്പനയാണ്. മഹാനായ ഇമാം റാസി മറ്റൊരു തഫ്സീർ പറയുന്നു, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ ഐ സല്ലി ബിസ്മി റബ്ബിക ലാ കമാ യുസല്ലിൽ മുശ്രികൂന ബിൽ മുകാഇ വത്തസ്ദിയാബ്. അതാ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്കൊരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം എന്താണ്? ഖുർആൻ അത് പരിചയപ്പെടുത്തി. വമാ കാന സലാത്തും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅം വതസ്ദിയാ. മക്കയിലെ മുശ്രിക്കുകളുടെ നിസ്കാരം എന്ന് പറയുന്നത് കുറേ മുട്ടും പാട്ടുമാണ്, കുറേ തുതിമുട്ടലാണ്, കുറേ ചെണ്ട കൊട്ടലാണ്, കുറേ മുട്ടും പാട്ടുമാണ്. അങ്ങനെ മുട്ടും പാട്ടുമല്ല നിസ്കാരം. പിന്നെ നിസ്കാരം എന്താണ്? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ. പരമോന്നതനായ റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കുവീൻ. സബ്ബിഹ് എന്ന വാക്കിന് നിസ്കരിക്കൂ എന്നർത്ഥമുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? അതേ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെയല്ലേ തുടക്കം? പടച്ചവന്റെ മഹത്വം പുകഴ്ത്തി അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കുവീൻ. ആ നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, ഇങ്ങനെ തുടങ്ങി റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ട് അവന്റെ പരിശുദ്ധത വാഴ്ത്തിക്കൊണ്ട് നിസ്കരിക്കുവീൻ. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന ആയത്തിന്റെ ഒരു തഫ്സീറാണ്. നിങ്ങൾ മുശ്രിക്കുകൾ നിസ്കരിക്കുമ്പോൾ അതെ, അവർ കഅബത്തിനടുക്കൽ വന്ന് കുറെ മുട്ടലും പാടലുമാണ്. അങ്ങനെ മുട്ടും പാട്ടുമല്ല നിസ്കാരം. നിങ്ങൾ റബ്ബിനെ പുകഴ്ത്തി നിസ്കരിക്കുവീൻ. അത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധ ഖുർആനിൽ 5 നേരത്തെ നിസ്കാരത്തെ സംബന്ധിച്ച് തസ്ബീഹ് എന്നല്ലേ പല സ്ഥലത്തും പരിചയപ്പെടുത്തിയത്? കണ്ടില്ലേ നിങ്ങൾ? ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. അല്ലാഹു പറഞ്ഞില്ലേ 5 നേരത്തെ നിസ്കാരം ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു. മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുകയാണ്, അതേ പരിശുദ്ധ ഖുർആനിൽ 5 നേരത്തെ നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ഈ ആയത്തിലാണ്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. ഇവിടെ ഹീന 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 എന്ന് ഉപയോഗിച്ചതൊക്കെ ഒരു ദിവസത്തെ നിസ്കാരത്തെ കുറിച്ചാണ്. ആ നിസ്കാരത്തിന് സുബ്ഹാന, പരിശുദ്ധതയെ വാഴ്ത്തണമെന്നതിന് തസ്ബീഹിന്റെ വാചകമല്ലേ കൊണ്ടുവന്നത്? അപ്പൊ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ പുകഴ്ത്തി നിസ്കരിക്കണേ. അത് ഒരു തഫ്സീറാണ്. കാരണം സബ്ബഹ എന്ന വാക്കിന് നിസ്കരിക്കുക എന്ന അർത്ഥമുണ്ട്. അത് ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലത്തും ആ അർത്ഥത്തിൽ